കടന്മാർക്ക് ആർക്കും വണ്ടിയില്ല. അപ്പോൾ ഈ വണ്ടി വിളിച്ചെങ്കിലേ ഞങ്ങളുടെ ആളിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ എത്തിക്കുവാൻ ഒക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു വണ്ടി ഈ റോഡിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഒരാരും റോട്ടിൽ സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ വഴി വരത്തില്ല. ട്രൈബൽ മിഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിലുള്ള നാറാണംമൂഴി പഞ്ചായത്തിൻ്റെ 10ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ചൊള്ളനാവയൽ ആദിവാസി ഉന്നതിയിലേക്കാണ്. റാന്നിയിൽ നിന്നും മലയോര ഗ്രാമമായ അത്തിക്കയത്ത് എത്തിയ ശേഷം അവിടെ നിന്നും 2 കിലോമീറ്റർ വനത്തിനുള്ളിലൂടെ യാത്ര ചെയ്താൽ ചൊള്ളനാവയൽ ഉന്നതിയിൽ എത്തുവാൻ കഴിയും. ഉന്നതിയിലെ മൂപ്പൻ്റെ ക്ഷണപ്രകാരമാണ് ആ ഉന്നതിയിലേക്ക് ഞങ്ങൾ പോകുന്നത്. ഉന്നതിയിലെ വിശേഷങ്ങൾ അറിയാൻ, മൂപ്പനുമായി സംസാരിക്കുവാൻ, അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുവാനാണ് ഞങ്ങളുടെ ഈ യാത്ര. എന്താണെങ്കിലും മൂപ്പനുമായി സംസാരിച്ച് അവിടുത്തെ വിശേഷങ്ങൾ അറിഞ്ഞ ശേഷം നമ്മൾക്ക് മടങ്ങി വരാം. അങ്ങനെ ഉന്നതിയിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയാൽ മൂപ്പൻ്റെ ഭവനത്തിൽ എത്താമെന്നാണ് ഞങ്ങളെ അറിയിച്ചത്. എന്താണ്, മൂപ്പനൊക്കെ ഞങ്ങളെ അവിടെ കാത്തിരിക്കുകയാണ്. ഞങ്ങൾ ഏകദേശം അവിടെ എത്തിയിരിക്കുകയാണ്. പൊതുവേ ഈ ഉന്നതി ഒന്ന് നോക്കി കാണുകയാണെങ്കിൽ സർക്കാരിൽ നിന്നും ലഭിച്ച ചില വീടുകൾ, പൂർത്തീകരിക്കപ്പെടാത്ത ചില വീടുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. എന്തായാലും മൂപ്പൻ്റെ ഭവനം ഇതാണ്. മൂപ്പൻ്റെ ഭവനം. മൂപ്പൻ്റെ ഭവനത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അദ്ദേഹവുമായി സംസാരിച്ച് അവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ചൊള്ളനാവയൽ ഉന്നതിയിലെ ഒരു മൂപ്പനും കേരള ഹിന്ദു മലവേടർ സഭയുടെ പ്രസിഡന്റുമായ അപ്പുക്കുട്ടൻ ഈ ഉന്നതിയെക്കുറിച്ച് പറയുന്നത് കേൾക്കാം. പ്രിയമുള്ളവർ, എൻ്റെ പേര് PG അപ്പുക്കുട്ടൻ. ചൊള്ളനാവയൽ പനംകുടിയിലെ ഒരു മൂപ്പനാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഈ സമൂഹത്തിൻ്റെ ആദിവാസി ഓൾ കേരള ഹിന്ദു മലവേടർ സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റുമായി വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. ദിനംപ്രതി നമ്മൾ സർക്കാരുമായിട്ട് കണ്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ പ്രദേശം എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട പ്രദേശമാണ്, ഒരു വനംപ്രദേശമാണ്. ഈ വനപ്രദേശം ഇത് എന്ന് പറയുമ്പോൾ രാജഭരണകാലം, രാജാവ് ഭരിച്ച കാലത്ത് നമ്മുടെ അച്ഛനപ്പൂപ്പന്മാരെല്ലാം കുടിയേറി പാർത്ത ഒരു മേഖലയാണ്. ഇത് 25 ഹെക്ടർ ഭൂമിയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ 63 കുടുംബമാണ് ഈ 25 ഹെക്ടർ ഭൂമിയിൽ താമസിക്കുന്നത്. ഇതിനകത്ത് 2 സെൻറ്റ് മുതൽ 1 ഏക്കർ വരെ സ്ഥലമുള്ള വ്യക്തികളാണ് ഉള്ളത്. ഇവിടെ ഉപജീവിതമാർഗം കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു മേഖലയാണ്. ഒന്നാമത്തെ കാര്യം, കൃഷി ചെയ്ത് ഉപജീവിത മാർഗം കണ്ടെത്താൻ ഇവിടെ ഭൂമിയില്ല. രണ്ടാമത്, 1 ഏക്കർ ഭൂമിയുള്ളവർക്ക് കൃഷി ചെയ്ത് ഉപജീവിത മാർഗം കണ്ടെത്താൻ കാട്ടുമൃഗങ്ങളുടെ ശല്യത്താൽ യാതൊരുവിധ കൃഷികൾ ഇവിടെ ചെയ്ത് ഉപജീവിത മാർഗം കണ്ടെത്താൻ കഴിയത്തില്ല. ഈ രാജഭരണകാലം മുതലുള്ള ഈ കോളനിയെ ഏതാണ്ട് 1975 കാലം മുതലാണ് സർക്കാർ ഏറ്റെടുത്ത് ഇവിടെ ഓരോ പ്രശ്നങ്ങളും സർക്കാർ അറിയുന്നത് തന്നെ. അതിനു മുമ്പ് ഈ വനം പ്രദേശമായതാൽ ആരും ഈ പ്രദേശത്തേക്ക് കടന്നു വരാത്ത ഒരു മേഖലയായിരുന്നു. വഴിയും വെട്ടവും ഒന്നുമില്ലാത്ത ഒരു കാലമായിരുന്നു ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലം. ആ കാലത്ത് ഞങ്ങളിവിടെ എല്ലാം ചെറ്റക്കുടികളിൽ താമസിച്ച് ഞങ്ങളെ ഉപജീവിതമാർഗം കണ്ട് വെളിയിൽ പോയി ജോലി കഴിഞ്ഞ് അസമയങ്ങളിലൊക്കെ വരുന്ന സമയങ്ങളാണ് ഇവിടെ. വഴിയും വെട്ടവും വെള്ളവുമില്ലാതെ ഈ പ്രദേശം ഒരു വല്ലാത്ത പ്രദേശമാണ്. ഇപ്പോഴും അത് തന്നെയാണ് ഞങ്ങളുടെ പ്രദേശം എന്ന് പറയുന്നത്. ഇത്രയും കാലമായിട്ടും ആദിവാസി മലവേട സമുദായത്തിൽപ്പെട്ട വ്യക്തികളാണ് ഞങ്ങളിവിടെ മുഴുവൻ താമസിക്കുന്നത്. നമ്മുടെ ആവശ്യം ഇനിയുള്ള കാലം നമ്മുടെ ഒരു തരി മണ്ണ് പോലും ഒരു മനുഷ്യനും പുറത്തു കൊടുക്കാത്ത രീതിയിൽ നമ്മുടെ ജീവിതം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാലം, അവിടെ കാലത്ത് നമ്മുടെ ഈ പ്രദേശത്ത് ഞങ്ങൾക്ക് അടിയന്തരമായി ഭൂമിക്ക് പട്ടയം കിട്ടണം എന്നാണ്.
അതുപോലെ തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, ഇവിടെ വിദ്യാഭ്യാസം കഴിഞ്ഞ വളരെയധികം കുട്ടികളുണ്ട്. ജോലിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കുട്ടികളുണ്ട്. ഇവർക്ക് സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിൽ ഒരു തൂക്കുജോലിയെങ്കിലും നൽകാൻ സർക്കാർ ഉത്തരവുണ്ടാകണം. ഇവിടെ BA-കാരുണ്ട്, BEd-കാരുണ്ട്, MA-കാരുണ്ട്, MD-കാരുണ്ട്. ഇവരെല്ലാം വിദ്യാഭ്യാസം ഉള്ള ആൾക്കാരാണ്. ഈ കുട്ടികൾക്കെല്ലാം ഇന്ന് ജോലിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വേലാപ്പാല ഓടി നടക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ ഉള്ളത്. ഇവർക്കെല്ലാം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു തൂക്കുജോലിയെങ്കിലും നൽകാൻ അവിടെ നിന്ന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉത്തരവുണ്ടാക്കണം. അതുപോലെ ഞങ്ങളുടെ മേഖലയിലെ പ്രശ്നങ്ങൾ ഇവിടുത്തെ വീടുകൾ വാസയോഗ്യമുള്ള വീടുകളല്ല. ഈ വീടുകളെല്ലാം ഇവിടെ ഈ 2025 കാലം മുതലാണ് ഇവിടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലൈഫ് പദ്ധതി വീടുകളൊക്കെ ഇവിടെ വരുന്നത്. എല്ലാ വീടുകളും ഒന്നും വാസയോഗ്യങ്ങളല്ല. ആ വീടുകളെല്ലാം നല്ല രീതിയിൽ പണിതുയർത്താൻ അടുത്ത ഒരു പദ്ധതി ഇവിടെ നടക്കുമ്പോൾ അതാ നമുക്ക് താഴോട്ട് നോക്കിയാൽ കാണാം, ഇപ്പോഴും കുടിലുകൾ ഈ കോളനിയിൽ ഇപ്പോഴും കുടിലുകൾ കെട്ടി താമസിക്കുന്ന ആൾക്കാർ ഉണ്ട്. അതിനെല്ലാം മാറ്റം വരണം. അവരെയെല്ലാം മാറ്റി നമുക്ക് നല്ലൊരു ഭാവി ജീവിതം നമ്മുടെ കോളനിയിൽ ഉണ്ടാക്കാനും ഈ വീടുകൾക്കെല്ലാം വാസയോഗ്യമാക്കാൻ അടുത്ത ഒരു പദ്ധതി വരുമ്പോഴത്തേക്ക് ഒരു 10 ലക്ഷം രൂപയെങ്കിലും ഈ ലൈഫ് പദ്ധതി വഴി നമ്മുടെ ഈ വീടുകൾക്ക് അനുവദിച്ചു തരാൻ സർക്കാരിൻ്റെ ഭാഗത്ത് ഉത്തരവുണ്ടാകണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞങ്ങളുടെ ഈ മേഖലയിൽ ഒരു പൊതുസ്ഥാപനമില്ലാത്ത ഒരു പ്രദേശമാണ്. ഈ 63 കുടുംബങ്ങൾക്ക് ഒന്ന് എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ നടപ്പിലാക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഒന്ന് ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു സ്ഥാപനമില്ല. അടിയന്തരമായി ഞങ്ങളുടെ പ്രദേശത്ത് ഒരു കമ്മ്യൂണിറ്റി ഹാളിൻ്റെ ആവശ്യമുണ്ട്. ആ കമ്മ്യൂണിറ്റി ഹാൾ എത്രയും പെട്ടെന്ന് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റും പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും അതുപോലെ കേരള മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇതിനൊരു നടപടി എത്രയും പെട്ടെന്നുണ്ടായി ഞങ്ങൾക്കിവിടെ നല്ലൊരു ഒരു പ്രദേശമായി മാറ്റി ഞങ്ങളുടെ ഈ പ്രദേശത്ത് കാട്ടുമൃഗങ്ങളിൽ നിന്ന് ഞങ്ങളെ ഉപജീവിത മാർഗം കണ്ടെത്തുന്നതിനുള്ള കൃഷി ചെയ്ത് ഉപജീവിത മാർഗം കണ്ടെത്താനുള്ള നടപടി ഇതിൻ്റെ 4 വശവും വനമാണ്. ഈ 4 വശത്തും എന്തെങ്കിലും വേലി കെട്ടിയോ കയ്യാൽ കെട്ടിയോ ഭിത്തികൾ കെട്ടിയോ എന്തെങ്കിലും ഒക്കെ ചെയ്ത് ഞങ്ങളുടെ കൃഷിയെ സംരക്ഷിക്കാനുള്ള ഒരു നടപടി കൃഷി വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. പിന്നെ ഞങ്ങളിവിടെ വളരെയധികം ഈ ഇരിക്കുന്ന ഞാൻ വരെയും അസുഖക്കാരാണ്, വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ നിത്യ വരുമാനമില്ലാത്ത ആൾക്കാരാണ്. ഞങ്ങളുടെ അസുഖത്തിനൊക്കെ ഞങ്ങളൊക്കെ പല ആശുപത്രിയിലൊക്കെ പോകാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഞങ്ങൾ അതുപോലെ ഒരു ബില്ല് മാറാനായിട്ട് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ട് ഏൽപ്പിച്ചാൽ ആ ബില്ല് പോലും മാറി ആ പൈസ ഞങ്ങൾക്ക് തരാൻ ഇപ്പം നിവർത്തിയില്ലാത്ത രീതിയാണ്. ഇതിനെല്ലാം ഒരു മാറ്റം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകണം. ഇത്രയുമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യം ഇവിടെ ഭൂമിയില്ലാത്ത കുറച്ച് ജനങ്ങളുണ്ട്, ഇവിടെ വിദ്യാഭ്യാസമുള്ള കുറച്ച് പിള്ളേരുണ്ട്. അവരെയെല്ലാം നല്ല രീതിയിൽ പഠിച്ച പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി കൊടുക്കാനുള്ള സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇനി നമുക്ക് കേരള ഹിന്ദു മലവേട മഹാസഭയുടെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് സംസാരിക്കുന്ന നമുക്കൊന്ന് കേൾക്കാം. ഇവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ബഹുമാനപ്പെട്ട ചാനൽ വന്ന ആള് നമ്മുടെ കോളനിയെ പറ്റി പഠിക്കുവാനും നമ്മൾ പുറലോകവുമായിട്ട് ഈ ചുടനാവൽ വനം കൂടി യാതൊരു നിർവാഹവുമില്ലാതെ താമസിക്കുകയാണ്. 2 വശത്തോട്ട് ആണ് ഒന്ന് പോകാനുള്ളത്. ഒന്ന് അടിച്ചിപ്പുഴ വഴി കോളനി എന്ന് പറയുന്ന ആ കോളനിക്ക് ഇവിടുന്ന് 700 മീറ്റർ ദൂരത്തിലാണ് പോകാനുള്ളത്. ഒന്ന് അത്തിക്ക എന്ന് പറയുന്ന പഞ്ചായത്തിലേക്ക് ചന്തയിലേക്കും പോകണമെങ്കിലും ഒരു 2 കിലോമീറ്ററുണ്ട്. ഈ 2 വഴിക്കേക്കും പോകുവാനും യാതൊരു വഴിക്ക് ഇതുവരെയും ആ വഴി ശരിയാക്കി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി 2016 ഒരു 25 ലക്ഷം രൂപ അനുവദിച്ചിട്ട് ആ സ്റ്റാറിങ്ങിനായിട്ട് അനുവദിച്ചിട്ട് ഒരു മിറ്റിൽ വെച്ച് പാകി സ്റ്റാറിങ്ങാന്ന് പറഞ്ഞ് അത് മൊത്തം ഇളകി പല വഴിക്കും കിടക്കുകയാണ്. ഞങ്ങളിവിടെ പല രോഗികളാണ് ഉള്ളത്, സ്ത്രീകളും
പുരുഷന്മാരും കുട്ടികളും രാത്രിയിലും പകലുമാകെ. അപ്പം ഞങ്ങളുടെ ഈ രോഗം മൂർച്ഛിക്കുമ്പോൾ ബഹുലോകമായിട്ട് പത്തനംതിട്ട ജില്ലാ ആശുപത്രിയുമായിട്ട് ബന്ധപ്പെടുവാനും റാന്നി താലൂക്ക് ഓഫീസിലേക്ക് ബന്ധപ്പെടുവാനും ഈ അടിച്ചിപ്പുഴ ചുടനാവയല റോഡ് തന്നെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ എളുപ്പം ഒരു വണ്ടി വിളിക്കാനും നാട്ടിൽ നിന്നൊരു വണ്ടി വന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്കിവിടെ മലവേടന്മാർക്ക് ആർക്കും വണ്ടിയില്ല. അപ്പോൾ ഈ വണ്ടി വിളിച്ചെങ്കിലേ ഞങ്ങളുടെ ആളിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ എത്തിക്കുവാൻ ഒക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു വണ്ടി ഈ റോഡിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഒരാരും റോട്ടിൽ സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ വഴി വരത്തില്ല. ഒന്നാമതായിട്ട് ചുടനാവയൽ അടിച്ചിപ്പുഴ വഴി ഞങ്ങൾക്ക് തീർച്ചയായിട്ടും തരണം. അതുപോലെ തന്നെ വൈദ്യുതിയുടെ കാര്യം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി കെ കരുണാകരൻ ഇരുന്നപ്പോൾ അടിച്ചിപ്പുഴ ചുടനാവയൽ റോഡിൽ വനത്തിൻ്റെ അകത്തുകൂടെ കുറച്ച് ലയം വലിച്ച് ചുടനാവയൽ കോളനിയിലേക്ക് തന്നിട്ടുണ്ട്. അത് ഫോറസ്റ്റുകാർ കടന്നത് അതിൻ്റെ അടിയിലേക്ക് മുള കൊണ്ടുവന്ന് വെക്കുകയും ആ മുള കയറി അതിൻ്റെ അകത്ത് കയറി ഇടിക്കുകയും സന്ധ്യ കഴിയുന്നതുകൊണ്ട് ഈ മുള പിന്നെ ഒരു കാറ്റും മഴയും എവിടെയെങ്കിലും ഒന്നും അടിച്ചാൽ ഉടനെ തന്നെ ഈ മുള കാരണം ഇവിടെ കറണ്ട് കാണുകയില്ല. 1000, 1500, 3000 രൂപ വരെയാണ് ഇവിടുത്തെ ഓരോ വ്യക്തിക്കും കറണ്ട് ചാർജ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ കുട്ടികൾ രാത്രിയിലൊന്ന് പഠിക്കുവാനോ പിന്നെ വായിക്കുവാനോ ബുദ്ധിമുട്ടാണ് ഈ മുള കാരണം. അതാണ് രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സർക്കാർ തരുന്ന വീടിന് 5 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. ഈ 5 ലക്ഷം രൂപ ഈ വനത്തിൽ ഒരു പിന്നെ സർക്കാരിൻ്റെ കട്ടയും സിമെൻറ്റും അത് റാന്നിയിൽ നിന്ന് വേണം മേടിക്കുവാൻ. അതിവിടെ കൊണ്ടുവരുമ്പോഴത്തേനെ ഈ 5 ലക്ഷം രൂപയുടെ പണി തീരുമ്പോഴത്തേനെ കട്ട കെട്ടി പല വീടുകളും ഒന്നും പൂർണ്ണമായിട്ടായിട്ടില്ല. മണ്ട പിന്നെ വാർക്ക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ വാസയോഗ്യമായിട്ടുള്ള വീടുകളല്ല ഇവിടെ ഉള്ളത്. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ കുട്ടികൾ എല്ലാം 10ാം ക്ലാസ്സുകാർ തൊട്ട് B.Edകാരും പല ഉന്നത വിദ്യാഭ്യാസം പഠിച്ചവരാണ്. ഇന്നേ നാഴിക വരെ പത്തനംതിട്ട ജില്ലയിൽ ഒരു മലവേടന് ഒരു ജോലി പോലും ഒരു സർക്കാരും ഇതുവരെയും ഒരു ഓഫീസിലും കൊടുത്തിട്ടില്ല. അതാണ് ഏറ്റവും വലിയൊരു കുറ്റം. കാരണം കുറ്റമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആൾക്കാരെ പഠിപ്പിക്കുകയെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ പല വീടുകളിലും നാട്ടിലെ വീടുകളിൽ പല കൂലിപ്പണിക്കും പോയാണ് പല തള്ളമാരും ഇവിടെ കുട്ടികളെ B.Edും പല 10ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്നത്. പക്ഷേ പഠിപ്പിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു 10-20 വയസ്സായി കഴിയുമ്പോൾ ഈ കുട്ടികൾക്കും ഇവിടെ ഒരു ജോലി സർക്കാർ കൊടുക്കുന്നില്ല. കാര്യം എല്ലാവർക്കും എല്ലാ ജാതിക്കും PSC കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ ജാതിക്ക് മാത്രം ഇതുവരെയും അങ്ങനെ ഒരു ജോലി കൊടുക്കുന്ന പരിപാടി ഇവിടെ ഇല്ല. പിന്നെ പോയിട്ട് ട്രൈബൽ ഓഫീസിൽ കാൻസർ, ക്ഷയരോഗം, പല രോഗങ്ങൾ വന്ന് ഒരു അപേക്ഷ കൊണ്ടേ കൊടുത്താൽ, അല്ലെങ്കിൽ കേരള മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഒരു അപേക്ഷ കൊടുത്താൽ അത് ഡയറക്ടറുടെ കയ്യിൽ കൊടുത്ത് റാന്നി വന്നാൽ അത് ആ പേപ്പർ വലിച്ചു കയറി കളയുന്ന ഒരു പരിപാടിയാണ്. ആളിന് ഒരു 17 ദിവസത്തിനകമേലും ആ ബില്ല് മാറി ആ കാശ് കൊടുക്കുന്ന ഒരു പ്രവണതയില്ല. അതാണ് ഏറ്റവും കേരള മുഖ്യമന്ത്രി ഞങ്ങൾക്ക് തരാനുള്ളത്. കാരണം ഇവിടെ രോഗികൾ അടിയന്തരമായിട്ട് കൊടുക്കുമ്പോൾ അവർക്കൊരു 20,000 രൂപയിലും അവന് പിന്നെ മരുന്ന് മേടിക്കാനുള്ള കാശിലും ആശുപത്രി ചെലവിന് കൊടുക്കണം. അത് ഈ റൈവൽ ഓഫീസിൽ നിന്ന് കൊടുക്കുകയില്ല. പിന്നെ ഞങ്ങൾ ചെന്നൊരു അപേക്ഷ കൊടുക്കുന്നതാണ് റൈവൽ ഓഫീസറിന് അത് പിന്നെ ഒരു കൂട്ടത്തിലെ കൊടുക്കാമെന്ന് പറഞ്ഞ് ആ പേപ്പർ അങ്ങ് വലിച്ചു കയറി കളയുന്ന ഒരു പ്രവണത കൂടുതലായിട്ട് അതാണ്. വ്യക്തിയുടെ ഒരാവശ്യമല്ല ഇവിടുത്തെ ട്രൈബൽ ഓഫീസർ നമ്മളെ മുഖവരെ എടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു കുട്ടി ഇവിടെ ഉന്നത വിജയം നേടി വിജയിച്ച് പിന്നെ ഒരു ജയിച്ചാൽ ആ കുട്ടിയുടെ വീട് സന്ദർശിക്കുകയും ആ കുട്ടിക്ക് വന്നൊരു അനുഭവം പിന്നെ കൈകൊണ്ട് ഒരു കൈറ്റാൻഡ് കൊടുക്കുകയും ഒന്നും ഇവിടുത്തെ ഈ ട്രൈബൽ ഓഫീസറിന് ഇല്ല. കാരണം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി അവിടെ കൊടുത്തിട്ടുണ്ട് മലവേടന്മാർക്കും പട്ടിക വർഗ്ഗക്കാർക്ക് എല്ലാവരെയും അവരുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി. പക്ഷേ ഇങ്ങനെയുള്ള ആവശ്യത്തിന് ഈ റാന്നിയിലെ ഈ ട്രൈബൽ ഓഫീസർ ഈ വണ്ടിയും വിട്ട് ഇവിടെ വന്ന് ആ കുട്ടിയുടെ വീട്ടിൽ വരികയല്ല. അതെവിടെയെങ്കിലും കൊണ്ടേ കൊടുത്ത് ഒരു പല കഷ്ണം കൊടുക്കും. അത് രഹസ്യത്തിൽ ഇവിടുത്തെ ഒരു മുമ്പൻ അറിയണ്ട, ഇവിടുത്തെ കോളനിവാസികൾ അറിയണ്ട. അങ്ങനെയാണോ വേണ്ടുന്നത്? അതിവിടുത്തെ ഞങ്ങളുടെ ജാതിയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു നീചമായ കാര്യമാണ്. ഈ കൊല്ലം 2024 ഉന്നത വിജയം തിരുവനന്തപുരം സ്കൂളിൽ വിജയം നേടിയ കുട്ടിയെ വീട്ടിൽ വന്നൊന്ന് അനുബോധിക്കേണ്ടായി. ഇതാണ് സാറേ എനിക്ക് പറയാനുള്ളത്.
എന്തൊക്കെയാണെങ്കിലും കേരളത്തിലെ കോളനികളുടെ പേര് മാറ്റി ഉന്നതി എന്ന് ആക്കിയെങ്കിലും ഉന്നതി എന്ന വാക്കിന് മാത്രമേ ഉന്നതിയുള്ളൂ. ഇവിടെ താമസിക്കുന്ന മനുഷ്യർക്കോ അവരുടെ ജീവിത സാഹചര്യങ്ങൾക്കോ യാതൊരു ഉന്നതിയും സംഭവിച്ചിട്ടില്ലെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ഏതൊരാൾക്കും മനസ്സിലാകുന്നതേ ഉള്ളൂ. തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. വീണ്ടും ഇതുപോലെയുള്ള ഒരു ഉന്നതിയുടെ വിശേഷമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളോട് ഒപ്പം നിൽക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.